Jai Hind all. Today we discuss about trigonometry. മാത്തമാറ്റിക്സിൽ വളരെ അധികം ക്വസ്റ്റ്യൻസ് CDS എക്സാമിന് മാത്തമാറ്റിക്സ് പേപ്പറിൽ വളരെ അത്യാവശ്യം 10-12% ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നൊരു ചാപ്റ്ററാണ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. +2 സയൻസ് പഠിച്ച എല്ലാവരും ഒരുവിധം നല്ല രീതിക്ക് +2 എക്സാമിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്തപ്പോൾ പഠിച്ചൊരു ചാപ്റ്ററാണ് ട്രിഗ്നോമെട്രി. +2 മാത്സ് എടുക്കാത്തവരാരും മാത്സ് പേപ്പർ CDS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവാം. അവരൊരു പക്ഷേ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ മാത്തമാറ്റിക്സ് പഠിച്ചവരായിരിക്കും. അതിൽ കേട്ടിട്ടുള്ള ടേംസാണ് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ഈ സൈന്, കോസ്, ടാൻ എന്ന് പറയുന്ന ഈ ഒരു 3 ടേംസ് ഇതുപയോഗിച്ച് വരുന്ന കുറേ സിസ്റ്റംസും ഇക്വേഷൻസും ഐഡൻറ്റിറ്റീസും റേഷ്യോസും ഇതാണ് ഈ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിലൂടെ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടാണ് നമ്മൾ ആദ്യം പഠിപ്പിച്ചു തരുന്നത്. സൈന്, കോസ്, ടാൻ ആദ്യം എന്താണെന്ന് നമുക്ക് പഠിക്കണം. പിന്നീട് അത് വെച്ചിട്ടുള്ള കുറേ ഐഡൻറ്റിറ്റീസ് നമുക്ക് ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ആ ടേംസ് നമ്മൾ ബൈഹാർട്ട് ചെയ്ത ടേംസ് കുറേ ഐഡൻറ്റിറ്റീസ്, ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്നാണ് പറയുക. ഈ ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആൻസറിനെ അപ്രോച്ച് ചെയ്യാനുണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ ബേസായിട്ട് പറയാനുള്ളത്, ഈ സൈനും കോസും ടാനും സാധാരണയായി നമ്മൾ എടുക്കാറ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് എന്നാണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ, ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 സൈഡ്സും ഉണ്ടാവും, 3 ആംഗിൾസും ഉണ്ടാവും. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ 2 സൈഡുകൾ തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും, അതായത് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ നമ്മൾ പേര് കൊടുക്കുകയാണ് ABC. ABC എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ A എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ബിയും സിയും കൂടിയും കൂട്ടിച്ചേർത്താൽ 90 ഉണ്ടാകും. നമുക്കറിയാം ഒരു ട്രയാങ്കിളിനുള്ളിലത്തെ 3 ആംഗിൾ കൂടി കൂട്ടിയാൽ, അതായത് ABC എന്ന് പറഞ്ഞ ആംഗിളുകൾ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അതായത് നമുക്ക് ആദ്യം ആംഗിൾ എന്താണെന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. നമ്മളെ ബോക്സിൽ ഇൻസ്ട്രുമെൻ്റൽ ബോക്സ് കാണുന്ന ഈ ഒരു ഐറ്റം, ഇതാണ് നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്. ഇതിൽ നമുക്ക് കാണാം, ഇതിങ്ങനെ പേപ്പറിൽ വെച്ചാൽ ഇതിലിങ്ങനെ മാർക്ക് ചെയ്ത് കാണാം. ഇത് 0 ഡിഗ്രി, 10 ഡിഗ്രി, 20 ഡിഗ്രി, 30 ഡിഗ്രി, 40 ഡിഗ്രി. പെർപെൻഡിക്കുലർ ആയി വരുമ്പോൾ 90 ഡിഗ്രി. ഇവിടെ ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ 180 ഡിഗ്രി. അതായത് ഈ ഒരു ആംഗിൾ ഇത്രയും, ഈ ഒരു കൈ ഇവിടെ തൊട്ട് ഇവിടെ വരെ, ഇത് നേരെ വരുമ്പോൾ 180 ഡിഗ്രിയാണ്. പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പം 90 ഡിഗ്രിയാണ്. ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ഡിഗ്രി എന്ന് പറയുന്നത് 360. 180 ഇവിടെയും വരും, 180 ഇവിടെയും വരും. 180 + 180 360. 360 ആണ് ഒരു സർക്കിളിൻ്റെ ചുറ്റും, അതായത് ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള ആംഗിൾസ് എന്ന് പറയുന്നത്. ഒരു സർക്കിൾ അത് 360 ഡിഗ്രിയിലാണ് വരിക. അപ്പോൾ ഈ ആംഗിൾസ് ഇപ്പം നമുക്കിവിടെ പഠിക്കാനുള്ളത് ട്രയാങ്കിളിനെ പറ്റിയാണ്. ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് ഉണ്ടാവുക. അതിൽ A എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ ബിയും സിയും കൂടി കൂട്ടിയാൽ ഇപ്പോൾ എത്ര ഉണ്ടാവും? B + C = 180 - 90 = 90. ഈ ബിയും സിയും കൂടി കൂട്ടിയാൽ, ബി എന്ന് പറഞ്ഞ ആംഗിളും സി എന്ന് പറഞ്ഞ ആംഗിളും കൂടി കൂട്ടിയാൽ 90 ഡിഗ്രിയാണ് ഉണ്ടാവുക. ഇനി സൈൻ എന്താണ്, കോസ് എന്താണ്, ടാൻ എന്താണെന്ന് പറയാം. അതിന് മുമ്പ് ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിന് നമ്മൾ ഓരോ പേര് കൊടുക്കുന്നുണ്ട്. ഈ 90 ഡിഗ്രിക്ക്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായി വരുന്ന സൈഡാണ് ഹൈപ്പോട്ടിന്യൂസ്. HYP എന്നാണ് നമ്മൾ ഷോർട്ട് കട്ടിൽ ചെയ്ത ഹൈപ്പോട്ടിന്യൂസ്. അതുപോലെ സാധാരണ ഈ ബേസ്, അതായത് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്നതാണ് ബേസ് എന്നാണ് ഇതിന് പറയുന്ന പേര്, ബേസ്. ഇത് പെർപെൻഡിക്കുലർ നിങ്ങൾ എഴുതിയെടുക്കുക. നോട്ട് ഞാൻ PDF ആയിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 3 സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ്, ബേസ്, പെർപെൻഡിക്കുലർ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായി വരുന്നതാണ് എപ്പോഴും ഹൈപ്പോട്ടിന്യൂസ്. ആദ്യം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിയാൽ നമ്മൾ അതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ഏതാണെന്ന് നോക്കണം. അപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായി വരുന്നത് ഹൈപ്പോട്ടിന്യൂസ്. ഇനി അടുത്തത് എന്താ പറയുന്നത് വെച്ചാൽ
ഭയങ്കര ലാഗ് ആവുന്നുണ്ട് തോന്നുന്നു. ലാഗ് ആവുന്നതല്ല, ഒട്ടും. അതായത് മാത്സൊക്കെ വളരെ ടച്ച് വിട്ട് നിൽക്കുന്ന സയൻസ് പഠിച്ചവരാണെങ്കിലും അങ്ങനത്തെ പിള്ളേരുണ്ടാവും. അപ്പോൾ അവർക്കൊന്നും കൂടി ഫസ്റ്റ് തൊട്ടൊക്കെ വ്യക്തമായി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത്യാവശ്യം അറിയുന്നവരാണെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് അടിച്ച് വിടാം. ബേസിക്കായ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഈ തുടക്കത്തെ ഒരു കുറച്ച് ടൈം പറയാൻ പോകുന്നത്. എന്നാലും എല്ലാവരും ഒന്ന് കാണുക, നല്ലതാണ്. നമ്മൾ 3 വർഷം മുമ്പ് പഠിച്ചതൊക്കെ ഒന്നും കൂടി ഒന്ന് റിഫ്രഷായി എടുക്കുമ്പോൾ ബേസ് തൊട്ടേ പഠിച്ചാൽ അതിനുള്ള ഉപകാരം നമുക്കുണ്ടാവും. നമുക്ക് അത്രയും മനസ്സിലാക്കി ചെയ്യാനും പറ്റും. ഇനി സൈന് കോസ് ടാനിലേക്ക് കിടക്കാം. സൈന് സൈൻ എന്താണെന്ന് പറയാം. ആദ്യം ഒരു ആംഗിൾ, ഈ സി എന്ന് പറയാൻ നമ്മൾ സി മാറ്റിയിട്ട് ഇതിൻ്റെ ആംഗിളിൻ്റെ പേര് തീറ്റ. ഈ ഒരു ആംഗിളിൻ്റെ പേര്, അതായത് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആവാം. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഡിഗ്രി എടുത്ത് പഠിപ്പിക്കുന്നില്ല. ഈ ആംഗിളിൻ്റെ പേര് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒരു 0 ഇട്ടിട്ട് ഇങ്ങനെ, ഇതാണ് തീറ്റ. അപ്പോൾ സൈൻ തീറ്റ, ഈ ആംഗിളിൻ്റെ സൈൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ ആംഗിൾ, അതായത് സൈൻ തീറ്റ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അതായത് നമുക്ക് ആദ്യം പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടിന്യൂസ് ഇതിനെ തന്നെ നമ്മൾ എങ്ങനെയും പറയുന്നു. അതായത് ഈ ആംഗിളിനാണ് നമ്മളിപ്പോൾ കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഈ ആംഗിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഇതിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് കൂടി എന്ന് പറയും. പെർപെൻഡിക്കുലർ എന്ന് മാത്രമല്ല, ഓപ്പോസിറ്റ് സൈഡ് എന്നും പറയും. ഈ ആംഗിളിനെ കൺസിഡർ ചെയ്യുമ്പം ഇവിടെ ഈ ഒരു വശത്തിന് നമ്മൾ അഡ്ജസൻറ്റ് സൈഡ് എന്നും പറയും. അഡ്ജസൻറ്റ് സൈഡ്, അത് പഠിക്കുന്നവർക്ക് ഇത് പെർപെൻഡിക്കുലർ, ഇത് ബേസ് ആയിട്ടും പഠിക്കാം. ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസൻറ്റ് സൈഡായിട്ട് അങ്ങനെയും പഠിക്കാം. അപ്പോൾ അതിൽ എളുപ്പം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡുമായി പഠിക്കുന്നതാണ്. ഒരുവിധം എല്ലാവരും അങ്ങനെ പഠിച്ചിരിക്കാനാണ് സാധ്യത. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞാൽ, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടിന്യൂസ്. അതാണ് സൈൻ തീറ്റ. അതായത് നമ്മളിപ്പോൾ ഒരു ബേസിക്കാണ് പറഞ്ഞു തരുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ പേരുകളൊന്നും അല്ല ഉണ്ടാകും, ഇവിടെ നമ്പേഴ്സ് ഉണ്ടാവും. അത് ഈ ഒരു ലൈൻ ഇത്ര സെൻറ്റിമീറ്റർ, ഈ ഒരു ലൈൻ ഇത്ര സെൻറ്റിമീറ്റർ, ഈ ഒരു ലൈൻ ഇത്ര സെൻറ്റിമീറ്റർ. അപ്പോൾ സൈൻ തീറ്റ, സൈൻ ഇവിടെ ഒരു ആംഗിളും ഉണ്ടാവും. അപ്പോൾ സൈൻ ഓഫ് ദിസ് ആംഗിൾ എന്ന് ചോദിച്ചാൽ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഇത് എത്ര സെൻറ്റിമീറ്റർ ആണോ, ഒരു നമ്പർ ആയിരിക്കുമല്ലോ. 10 ആണെങ്കിൽ 10 ഇവിടെ 20 ആണെങ്കിൽ 20. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ ടേം, അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയാം. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ബേസ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, അതായത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ബേസ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഈ സൈഡ് ബൈ ദിസ് സൈഡ്, AC ബൈ BC. അതാണ് ദീസ് ആംഗിളിൻ്റെ കോസ് തീറ്റ. അപ്പോൾ ഈ ആംഗിളിൻ്റെ കോസ് തീറ്റ എങ്ങനെയാണ് പറയുക? കോസ് B എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഏതാ വരിക എന്നറിയോ? ഇത്. ഈ ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഇത് ബൈ ഇത്. അങ്ങനെ ആംഗിൾസ് മാറുന്നതിനനുസരിച്ച് വശങ്ങളും മാറും. അതാണ് നമ്മൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിപ്പോൾ അധികം കൺഫ്യൂഷൻ ആക്കല്ല. ഈ ഒരു ആംഗിൾ വെച്ചിട്ട് തന്നെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാം. ഇനി മുന്നോട്ട് പോകുമ്പോൾ അത്യാവശ്യം നമ്മളിതൊക്കെ കവർ ചെയ്ത് പോകും. അടുത്തത് ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ് എപ്പോഴും ടാൻ. ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ്. അപ്പം ഇവിടെ എങ്ങനെ വരും? അടിവശത്ത് രണ്ടും ഹൈപ്പോട്ടിന്യൂസ് ആണ്, ഡിനോമിനേറ്റർ രണ്ടും ഹൈപ്പോട്ടിന്യൂസ് ആകുമ്പോൾ രണ്ടും കട്ട് ചെയ്ത് പോകും. അപ്പം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് പെർപെൻഡിക്കുലർ ബൈ ബേസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. മനസ്സിലായല്ലോ? ഇതിൽ ആർക്കും ഒരു ഡൗട്ടും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും മനസ്സിലാവാത്തവർ ഒന്നും കൂടി ബേക്ക് അടിച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ 3 റെസിപ്രോക്കൽസ് പറയാനുണ്ട്. സൈനിനൊരു റെസിപ്രോക്കൽ ഉണ്ട്, കോസിനൊരു റെസിപ്രോക്കൽ ഉണ്ട്, ടാനിനൊരു റെസിപ്രോക്കൽ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കൽ വളരെ അത്യാവശ്യം. ഇത് ഏറ്റവും ബേസാണ്. ഇതാണ് നമ്മളെ തലയിൽ ആദ്യം വേണ്ടത്. ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിൽ അടിത്തരയായിട്ട്, അതായത് ഇങ്ങനെ പഠിച്ചെടുക്കേണ്ട സംഭവം എന്നല്ല, നമ്മളെ മനസ്സിൽ ഉണ്ടാവേണ്ട സംഗതിയാണ്.
പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ മറന്നു പോയതായിരിക്കും, പണ്ട് പഠിച്ചതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക. എന്നാലേ നമുക്കിനി ഈ എൻറ്റയർ മാത്തമാറ്റിക്സിൽ സൈനും കോസും ടാനും വരാത്ത ചാപ്റ്റേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചെടുക്കൽ വളരെ നിർബന്ധമാണ്. അതിന് ഇതിൻ്റെ ഓരോന്നിന് റെസിപ്രോക്കൽസ് കൂടി നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. സൈനിൻ്റെ റെസിപ്രോക്കലാണ് സൈൻ തീറ്റൻ്റെ റെസിപ്രോക്കൽ കൊസീക് തീറ്റ. കൊസീക് തീറ്റ, COSEC തീറ്റ, കൊസീക് തീറ്റ. അതായത് കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ വരിക? കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഇത് തിരിച്ചിടും. അതായത് 1/sin തീറ്റ ആണ് കൊസീക് തീറ്റ. 1/sin തീറ്റ ആണ് കൊസീക് തീറ്റ. അപ്പോൾ തിരിച്ചിടുമ്പോൾ 1/sin തീറ്റ. അപ്പോൾ 1/, എന്ന് പറയുമ്പോൾ തിരിച്ചിടും. മാത്തമാറ്റിക്സിലെ വളരെ ചെറുപ്പം തൊട്ട് നമ്മൾ പഠിച്ച് അത്യാവശ്യം മാത്തമാറ്റിക്സ് ഉള്ളവരായിരിക്കും എന്തായാലും ഈ ക്ലാസ്സിൽ കേൾക്കുന്നത് എനിക്കറിയാം. അപ്പോൾ റെസിപ്രോക്കൽ 1/, വരുമ്പം ആ ഒരു ടേം തിരിച്ചിട്ട് വരും. അപ്പോൾ കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റ, അതായത് ഹൈപ്പോട്ടിന്യൂസ് ബൈ പെർപെൻഡിക്കുലർ. അത് ഹൈപ്പോട്ടിന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അത് കൊസീക് തീറ്റ എന്താ വെച്ചാൽ സൈൻ തീറ്റൻ്റെ തിരിച്ചിട്ടത് 1/sin തീറ്റ, അതാണ് കൊസീക് തീറ്റ. ഈ ടേംസ് നിങ്ങളിപ്പോൾ പഠിക്കണമെന്നില്ല മനസ്സിലാക്കുക. ഇവിടെ കാണാണ്ട് പഠിക്കല്ല വേണ്ടി ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഈ ടേംസൊക്കെ പിന്നെ നമ്മളെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് കടന്ന് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റ കൊസീക് തീറ്റ, 1/cos തീറ്റ സീക് തീറ്റ, SEC സീക് തീറ്റ, 1/tan തീറ്റ എന്ന് പറയുന്നത് കോഡ് തീറ്റ, കോഡ് തീറ്റ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. സൈൻ തീറ്റ എന്താണെന്ന് പഠിച്ചു, കോസ് തീറ്റ എന്താണെന്ന് പഠിച്ചു, ടാൻ തീറ്റ എന്താണെന്ന് പഠിച്ചു. പിന്നെ അതിൻ്റെ റെസിപ്രോക്കൽസ്, അതായത് 1/sin തീറ്റ കൊസീക് തീറ്റ, 1/cos തീറ്റ സീക് തീറ്റ, 1/tan തീറ്റ കോഡ് തീറ്റ. ഇത്രയും കാര്യം നമ്മൾ വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ളതിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഒരു ടേംസിലേക്ക് തന്നെയാണ് കടക്കുന്നത്. അത് നമ്മൾ പഠിച്ച ഹൈപ്പോട്ടിന്യൂസ്, പെർപെൻഡിക്കുലർ, ബേസ്, ഇത് മൂന്നും കൂടിയും കൂട്ടിയിട്ട് വരുന്ന ഒന്നാണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ്. അതിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിൻ്റെയും ലെങ്ത്ത്, ഈ പെർപെൻഡിക്കുലർ സൈഡിൻ്റെയും ബേസ് സൈഡിൻ്റെയും ലെങ്ത്ത് കൂട്ടിയതാണ് ഈ ഇവിടെ വരുന്ന ഹൈപ്പോട്ടിന്യൂസ് സൈഡ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ബേസ്, ഹൈപ്പോട്ടിന്യൂസ് അല്ല, ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ, ഒരിക്കലും ഹൈപ്പോട്ടിന്യൂസ് അല്ല. ഹൈപ്പോട്ടിന്യൂസ് ഇവിടെ ഒരു ഇതിൻ്റെ ലെങ്ത്ത് ഉണ്ടാവില്ല. അപ്പോൾ 10 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ 100 എന്ന് പറയുന്നത് ഈ ഒരു സൈഡിൻ്റെ സ്ക്വയർ. ഇവിടെ 5 ആണെങ്കിൽ 5ൻ്റെ സ്ക്വയർ 25. അതുപോലെ ഇപ്പോൾ വേറെ ഇവിടെ ഒരു ലെങ്ത്ത് ഉണ്ടാവില്ലോ, അതിൻ്റെ സ്ക്വയർ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സ്ക്വയർ എടുത്തിട്ട് സമ്മ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ഈ ഒരു ലെങ്ത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും. എന്നാൽ ഹൈപ്പോട്ടിന്യൂസ് H എന്നാണ്, ഹൈപ്പോട്ടിന്യൂസ് ആണ് H. പെർപെൻഡിക്കുലർ P, ബേസ് B. അത് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നല്ലവണ്ണം മനസ്സിലാക്കുക. ഇതൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിലുള്ള ഓപ്പറേഷൻസിലേക്ക് കടക്കാം. അതായത് നമുക്കൊരു നമ്പറൊക്കെ എടുത്ത് അതവിടെ ചെയ്ത് നോക്കാം. അടുത്തത് പെർപെൻഡിക്കുലർ സൈഡ്. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത്, ഈ ഹൈപ്പോട്ടിന്യൂസിൻ്റെ ലെങ്ത്, സ്ക്വയർ ലെങ്ത്, ഈ പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ, ഈ സൈഡിൻ്റെ ലെങ്ത്തിൻ്റെ സ്ക്വയർ മൈനസ് ബേസിൻ്റെ ലെങ്ത്തിൻ്റെ സ്ക്വയർ. സിമ്പിളായിട്ട് ഈ ഒരു ടേം പഠിച്ചേക്കുക. H സ്ക്വയർ ഇസ് ഈക്വൽ ടു P സ്ക്വയർ പ്ലസ് B സ്ക്വയർ, P സ്ക്വയർ ഇസ് ഈക്വൽ ടു H സ്ക്വയർ മൈനസ് B സ്ക്വയർ, B സ്ക്വയർ ഇസ് ഈക്വൽ ടു H സ്ക്വയർ മൈനസ് P സ്ക്വയർ. അതായത് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് P സ്ക്വയർ.
ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ടേംസ് അല്ലെങ്കിൽ ഇതുപോലെ ട്രയാങ്കിൾസ് ആണ് ക്വസ്റ്റ്യനിൽ ചേരുക. 2 സൈഡ് തരും, മൂന്നാമതൊരു സൈഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടാണ് നമുക്ക് അടുത്തൊരു സൈഡ് കണ്ടുപിടിക്കാൻ വരിക. അതിന് പകരം പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ്, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡ് ഓട്ടോമാറ്റിക്കായി നമ്മൾ ഈ ഒരു സംഭവം മനസ്സിലാക്കി വെച്ചാൽ, പഠിച്ചു വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് അപ്ലൈ ചെയ്യാനാണ്. നമുക്കിങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യം വരില്ല. ഈ പൈതഗോറിയൻ ട്രിപ്ലെറ്റിൻ്റെ ഫോം വരുന്നത് a² - b², കോമ. അതായത് ഒരു ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ടാകുക. അപ്പം 3 സൈഡ്സ് വരുന്ന ഒരു ഇക്വേഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്. a² - b², 2ab, a² + b². അതായത് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡാണ് ഈ പറഞ്ഞ 3, 4, 5 എന്ന് വരിക. 5 ഹൈപ്പോട്ടിന്യൂസ്, 4 നമുക്ക് എവിടെയെങ്കിലും കൊടുക്കാം, 3 എവിടെയെങ്കിലും കൊടുക്കാം. ഈ ഒരു ട്രയാങ്കിളിൽ നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. അതായത് ഇതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതാണ് 5. 5ൻ്റെ സ്ക്വയർ 25. 25 = നമുക്ക് ഇത് രണ്ടിൻ്റെയും കൂടി സ്ക്വയർ കൂട്ടുമ്പോൾ ഈ 25 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 4ൻ്റെ സ്ക്വയർ 16, 3ൻ്റെ സ്ക്വയർ 9. അപ്പോൾ എത്രയായി? 25 ആയില്ലേ? ഇപ്പം മനസ്സിലായെന്ന് തോന്നുന്നു. ഇതാണ് ഈ പറഞ്ഞ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ നോട്ടായിട്ട് PDF അയക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുതിയെടുത്ത് വെച്ചാൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വരും. പിന്നെ അതുകൊണ്ട് നമുക്ക് ആ ഒരു ടേം എടുത്ത് ഈ ഒരു ഇക്വേഷനൊക്കെ ഇട്ടിട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യം വരില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് തന്നെയാണ്. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടിന്യൂസ്, ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈ ബേസ്. ഇത്രയാണ് ബേസിക് ആയിട്ട് ട്രിഗ്നോമെട്രിയെ പറ്റി നമ്മൾ പഠിക്കാനുള്ളത്. ഈ ഒരു ബേസിക് ആയ കാര്യങ്ങൾ എല്ലാവരും എഴുതിയെടുത്ത് ഒന്ന് മനസ്സിലാക്കി ഒരു ട്രയാങ്കിൾ വരച്ച് അതിൽ ഈ നമ്പേഴ്സൊക്കെ വരുന്ന സൈഡ്സൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം അടുത്ത ക്ലാസ്സിലേക്ക് അടുക്കുക. ഇനി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഈ സൈൻ, കോസ്, ടാൻ എന്ന് മാത്രമേ പറയൂ. സൈൻ എന്താണെന്ന് പറയില്ല, കോസ് എന്താണെന്ന് പറയില്ല, കോട്ട് എന്താണെന്ന് പറയില്ല, കൊസീക്ക് എന്താണെന്ന് പറയില്ല. ഇതൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ സൈൻ തീറ്റ, കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാൻ പാടില്ല. സൈൻ എന്താ, ഇതെന്താ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, അങ്ങനെ ഒരു ചിന്ത വരാണ്ട് നിൽക്കണമെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ ബേസിക്കായിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചോദിക്കുകയോ ചെയ്യാം. ഇനി നമ്മൾ ഇതിലും കൂടുതൽ എങ്ങനെ വ്യക്തമാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് പറ്റുന്നതിന് മാക്സിമം ഞാൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പഠിക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ് എത്രയും പെട്ടെന്ന്, ഈ ഒരു ക്ലാസ് ഒരു വട്ടം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരു വട്ടം കൂടി കാണുക. എന്നിട്ട് എത്രയും വേഗം ഇതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ജയ് ഹിന്ദ് ഓൾ.